ഹായ് ഫ്രണ്ട്സ്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടർച്ചയായ നാലാമത്തെ ദിവസവും ഇന്നും മാർക്കറ്റ് നല്ല ബുള്ളിഷായിട്ടാണ് മൂവ് ചെയ്തത്. സെൻസെക്സ് ഏകദേശം 1508 പോയിന്റ് ഉയർന്ന് 78,553 ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 414 പോയിന്റ് ഉയർന്ന് 23,751 ക്ലോസ് ചെയ്തത്. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും നിഫ്റ്റി ബാങ്ക് നല്ല പോസിറ്റീവായിരുന്നു. ബാങ്കിങ് സ്റ്റോക്കുകൾ മൊത്തം നല്ല ബുള്ളിഷായിട്ടാണ് ഇന്ന് കാണപ്പെട്ടത്. HDFC ബാങ്ക്, ICICI ബാങ്ക് പോലുള്ള സ്റ്റോക്കുകളെല്ലാം നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഇന്നലെയും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, ബാങ്കിങ് സ്റ്റോക്കുകളാണ് നിഫ്റ്റിയെ കയറ്റിക്കൊണ്ടുപോയത്. ഇന്നലെയും നിഫ്റ്റി ബാങ്ക് നല്ല പോസിറ്റീവായിരുന്നു രാവിലെ മുതൽ തന്നെ. പിന്നീട് നിഫ്റ്റിയെയും അത് ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഇന്നും ബാങ്കിങ് സെക്ടർ നല്ല ബുള്ളിഷ് തന്നെയായിരുന്നു. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 0.6% അപ്പായിട്ടാണ് ക്ലോസ് ചെയ്തത്. സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും 0.4% അപ്പായിട്ടാണ് ഇന്ന് ക്ലോസ് ചെയ്തത്. മറ്റു പ്രധാനപ്പെട്ട സെക്ടറുകളായുള്ള ഓട്ടോ, ഫാർമ, ഓയിൽ ആൻഡ് ഗ്യാസ്, PSU ബാങ്ക്സ് ഒട്ടുമിക്ക സെക്ടറും 1% കൂടുതൽ അപ്പായിരുന്നു. ഇന്ന് IT സെക്ടർ മാത്രമാണ് ഇന്നത്തെ ഒരു ബുൾ റണ്ണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ നിൽക്കുന്നത് കണ്ടത്. ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ സൊമാറ്റോ, ICICI ബാങ്ക്, ബജാജ് ഫിൻസർവ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഷെയറുകളെല്ലാം വരുന്നുണ്ട്. ടോപ്പ് ലോസസിൽ വരുന്നത് IT സെക്ടറിലെ സ്റ്റോക്കുകളാണ്. വിപ്രോ, ടെക് മഹീന്ദ്ര, JSW സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് റിസൾട്ടുകൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കുറച്ച് നമുക്ക് വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്താം. എന്തായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട മറ്റു അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് എടുക്കാം. അടുത്ത അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഇടുന്ന ഡെയിലി വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം കൂടി, ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷം എന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള നമ്മുടെ ബേസിക് കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ സൗജന്യമായിട്ട് അയച്ചു തരുന്നതാണ്. അപ്പോൾ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇന്നത്തെ ആദ്യത്തെ അപ്ഡേറ്റ് US താരിഫും ട്രേഡ് വാറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യ US നിന്നുള്ള ഈഥെയ്ന്, LPG ഇവയ്ക്ക് മേലുള്ള ഇമ്പോർട്ട് ടാക്സ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും US തമ്മിൽ നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള ഇമ്പോർട്ട് ടാക്സ് കുറക്കാൻ വേണ്ടിയും അതിനോടൊപ്പം അവർ തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് കുറക്കാൻ വേണ്ടിയും പല മെഷേഴ്സും അവരെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതും. ഇപ്പോൾ ഇന്ത്യയിൽ ഈ ഒരു പ്രൊഡക്റ്റിന് ഏകദേശം 2.5% ഇമ്പോർട്ട് ടാക്സ് ഉള്ളത്. ഈ ഒരു താരിഫ് കുറയ്ക്കുകയും അതുകൂടാതെ US നിന്നുള്ള LNG ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇമ്പോർട്ട് വളരെയധികം വർദ്ധിപ്പിക്കാനും ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇന്ത്യയും US തമ്മിലുള്ള ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് കുറക്കാൻ സഹായിക്കും. 2023-24 ഇന്ത്യ ഏകദേശം 18.5 മില്യൺ മെട്രിക് ടൺസ് LPG ഇമ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ തന്നെ പ്രധാനമായിട്ടും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നുള്ളത്. ഏകദേശം $10.4 ബില്യൺ വർത്തായിട്ടുള്ള LPG ഇന്ത്യ അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാറ്റം വരുമ്പോൾ തന്നെ ആ ഇന്ത്യയും US തമ്മിലുള്ള ആ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഒരു നല്ല രീതിയിൽ കുറക്കാൻ ഇന്ത്യക്ക് പറ്റും. പിന്നെ ഈഥെയ്ൻ്റെ മെയിനായിട്ട് ഉപയോഗം വരുന്നത് പെട്രോ കെമിക്കൽ പ്രൊഡക്ഷനിലാണ്. അത് മെയിനായിട്ടും ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അവരാണ് US എന്നുള്ള ഈഥെയ്ൻ്റെ ഏറ്റവും വലിയ ബയറായിട്ട് വരുന്നത്. നമ്മൾ മുമ്പത്തെ വീഡിയോകളിലും പറഞ്ഞാണ് ട്രംപിൻ്റെ പ്രധാന ലക്ഷ്യം ഈ ഒരു ട്രേഡ് ഡെഫിസിറ്റ്, മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ട്രേഡ് ഡെഫിസിറ്റ് നല്ല രീതിയിൽ കുറക്കുക എന്നുള്ള കാര്യം തന്നെയാണ്. അതിനാണ് ഈ താരിഫ് എന്നുള്ള ഒരു ഇത് കാണിച്ച് മറ്റു രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാൻ പറ്റും. അടുത്ത അപ്ഡേറ്റ് ഗോൾഡ് പ്രൈസുമായി ബന്ധപ്പെട്ടാണ്. ഗോൾഡ് ഒരു സ്റ്റോപ്പിങ്ങും ഇല്ലാതെ തുടർച്ചയായി മുന്നോട്ട് തന്നെ പോവുകയാണ്. ഒരു ഔൺസിന് $3,300 എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഹയസ്റ്റ് 3,332.89 ടച്ച് ചെയ്തിരുന്നു. ഇതിനുള്ള പ്രധാന കാരണം എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ്, ഈ ഒരു ട്രേഡ് വാർ കാരണം ലോകത്തൊരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ സ്വാഭാവികമായിട്ടും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആയിട്ടുള്ള സ്വർണ്ണം പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് മാറ്റും. അങ്ങനെ സ്വാഭാവികമായിട്ടും സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കും. ഈ ഒരു ടെൻഷൻസ് നിലനിൽക്കുന്നിടത്തോളം കാലം സ്വർണ്ണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ച് തന്നെ ഉണ്ടാവും. അതുകൂടാതെ ഡോളറും വീക്കാവുന്നുണ്ട്. ഇതൊക്കെ സ്വർണ്ണത്തിൻ്റെ വിലയെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നുണ്ട്. എക്സ്പെക്ട് ചെയ്യപ്പെട്ട ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും ഈ അടുത്ത് വന്ന ഈ ടാരിഫും ഇതൊക്കെ കൂടി സ്വർണ്ണത്തിൻ്റെ വില ഈ വർഷം ഏകദേശം $700 വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം. വളരെ പെട്ടെന്ന് ഇതുപോലുള്ള ജിയോ പൊളിറ്റിക്കൽ ന്യൂസ് സ്വർണ്ണത്തിൻ്റെ വിലയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വർണ്ണം വളരെ പെട്ടെന്ന് ഈ ന്യൂസുമായിട്ട് റിയാക്ട് ചെയ്യും. ചിലപ്പോൾ അത് നെഗറ്റീവായിരിക്കാം, ചിലപ്പോൾ പോസിറ്റീവായിട്ടായിരിക്കാം. അടുത്ത അപ്ഡേറ്റ് ഫിൻടെക്കുമായി ബന്ധപ്പെട്ടാണ്. അവർ അസെന്റ് ഫണ്ട് സർവീസസിൽ മെജോറിറ്റി സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു കമ്പനി അസെന്റ് ഫണ്ട് സർവീസസിൻ്റെ 51%, അതായത് ഏകദേശം കൺട്രോളിംഗ് സ്റ്റേക്കാണ് ഇവരെ അക്വയർ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഏകദേശം $34.7 മില്യൻ്റെ ഡീലാണിത്. ബാക്കി വരുന്ന 49% 2030 ഫിൻടെക് തന്നെ അക്വയർ ചെയ്യും. ഫിൻടെക്കിന് ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാക്കാൻ ഈ ഒരു അക്വിസിഷൻ സഹായിക്കുമെന്നുള്ള പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ചില കമ്പനികളുടെ റിസൾട്ടുകളാണ്. ആദ്യത്തേത് വിപ്രോയുമായി ബന്ധപ്പെട്ടാണ്. വിപ്രോയുടെ Q4 FY25 റിസൾട്ട് നോക്കുകയാണെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓൺ ഇയർ 26% വർദ്ധിച്ച് 3,570 കോടി ആയിട്ടുണ്ട്.
റവന്യൂ 1% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ട്, 22,504 കോടി ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് മാർജിൻ ഓൾമോസ്റ്റ് സെയിം ആയിരുന്നു, 17.5%. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഡൗൺ ആയിട്ടുണ്ട്, 28% ഇയർ ഓൺ ഇയറിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. ഈ ഒരു ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന വേൾഡ് വാർ IT കമ്പനികൾ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, നിങ്ങളത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ കമ്പനിയുടെ തുടർന്നുള്ള റിസൾട്ടുകളെ അത് എത്രത്തോളം ബാധിക്കുന്നുള്ളത് നമുക്ക് കണ്ടറിയണം. എന്തായാലും കമ്പനി ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 6 രൂപയാണ് ഫൈനൽ ഡിവിഡൻഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തത് സ്വരാജ് എൻജിൻസിൻ്റെ റിസൾട്ടാണ്. അവരുടെ Q4 പ്രോഫിറ്റ് 29% ഉയർന്നിട്ടുണ്ട്, ഇപ്പോൾ അത് 45.4% ആയിട്ടുണ്ട്. റവന്യൂ 29.4% ഉയർന്ന് 454 കോടിയായിട്ടുണ്ട്. എബിറ്റയും 28.7% ഉയർന്നിട്ടുണ്ട്, ഇപ്പോൾ അത് 61.9 കോടിയായിട്ടുണ്ട്. ഈ കമ്പനിയും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഷെയറിന് മുകളിൽ 104 രൂപ 50 പൈസയാണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്തത് ഏഞ്ചൽ വണ്ണിൻ്റെ റിസൾട്ടാണ്. ഏഞ്ചൽ വണ്ണിൻ്റെ നെറ്റ് പ്രോഫിറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, 49% ഇടിഞ്ഞ് 174 കോടിയായിട്ടുണ്ട്. റവന്യൂ 22.3% കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അത് 1056 കോടിയായിട്ടുണ്ട്. കമ്പനിയും ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 26 രൂപ ഒരു ഷെയറിന് മുകളിൽ ഫൈനൽ ഡിവിഡൻഡായിട്ട് ഈ കമ്പനിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കമ്പനിക്ക് കഴിഞ്ഞ വർഷം ഏകദേശം 340 കോടിയോളം രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കിയിരുന്നു. ഈ വർഷം അതിൽ വളരെ വലിയൊരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വാരി റിന്യൂവബിൾ ടെക്കിൻ്റെ റിസൾട്ടാണ്. റിന്യൂവബിൾ കമ്പനീസ് എല്ലാം അത്യാവശ്യം നല്ല റിസൾട്ടാണ് ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ കമ്പനിയും ഏകദേശം ഇയർ ഓൺ ഇയർ 83% പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ട്, ഇപ്പോൾ അത് 93.76 കോടിയായിട്ടുണ്ട്. ടോട്ടൽ ഇൻകം 75% റൈസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ അത് 481.43 കോടിയായിട്ടുണ്ട്. എബിറ്റ 68% ഉയർന്ന് 126.4 കോടിയായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ കമ്പനികളുടെ റിസൾട്ട് വരും. ഇന്ന് തന്നെ ഇപ്പോൾ വരാനുണ്ട് കുറച്ച് കമ്പനികൾ, പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ട്. നമുക്കതൊക്കെ ഉൾപ്പെടുത്തി നാളത്തെ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.